ജാതി സെൻസസിനെതിരെ വീണ്ടും NSS. വോട്ട് ബാങ്കുകളായ ജാതി വിഭാഗങ്ങൾക്കായുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രീണന നയത്തിന്റെ ഭാഗമാണ് ജാതി സംവരണം. ജാതി സംവരണം ഉപേക്ഷിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ട് NSS പ്രതിനിധി സഭ പ്രമേയം കൊണ്ടുവന്നു. ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, വിശദാംശങ്ങൾ. ധന്യ, സാമുദായിക സംവരണം എന്ന ആവശ്യമാണ് NSS കാലങ്ങളായി സാമ്പത്തിക സംവരണം എന്ന ആവശ്യമാണ് കാലങ്ങളായി ഉയർത്തിക്കൊണ്ടുവന്നിരുന്നത്. സ്വാഭാവികമായി അതിന്റെ എതിർഭാഗത്താണ് ജാതി സംവരണം നിലനിൽക്കുകയും ചെയ്യുന്നത്. ജാതി സംവരണത്തിനെതിരെ കാലങ്ങളായി നിലപാടെടുത്തിട്ടുള്ളതാണ് NSS. ഇതിനിടെയാണ് കഴിഞ്ഞ വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ജാതി സർവേ നടത്തണമെന്ന ആവശ്യം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ ആവശ്യപ്പെട്ടത്. അന്ന് തന്നെ NSS ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഈ ജാതി സർവേ വേണ്ട എന്ന നിലപാട് വാർത്താക്കുറിപ്പായി അന്ന് അവതരിപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ ഈ മന്നം ജയന്തി സമ്മേളനം നാളെ നടക്കുകയാണ്. അതിന്റെ മുന്നോടിയായിട്ടുള്ള അഖില കേരള നായർ പ്രതിനിധി സമ്മേളനം ഇന്ന് പെരുന്നയിൽ നടന്നു. ഈ പ്രമേയത്തിലാണ് NSS ട്രഷററാണ് ഇതൊരു പ്രമേയമായി അവതരിപ്പിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഈ ജാതി സംവരണം ഉപേക്ഷിക്കണം എന്ന പ്രമേയത്തിലൂടെ NSS ആവശ്യപ്പെടുകയാണ്. സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സംസ്ഥാനത്തുള്ള കോൺഗ്രസിന്റെയും CPM-ന്റെ ഒക്കെ നിലപാട് ഇനി കൂടുതൽ വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും BJP ഇതിനെതിരാണ്, ഫലത്തിനെതിരാണ് എന്നതാണ് ഉള്ളത്. ഫലത്തിൽ BJPയുടെ നിലപാടിനൊപ്പമാണ് ഏതാണ്ട് NSS എന്ന് ഈ വിഷയത്തെ ചേർത്ത് വായിക്കുമ്പോൾ പറയേണ്ടി വരും. അവിടെ പ്രതിസന്ധിയിലാകുക പ്രത്യേകിച്ച് കോൺഗ്രസ് ആണ്. NSS-യുമായി ഏറെ അടുത്ത് നിൽക്കുന്ന കോൺഗ്രസിന്റെ നിലപാട് ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും നാളെ നടക്കുന്ന മന്നം ജയന്തി സമ്മേളനത്തിലും G. സുകുമാരൻ നായർ ഉൾപ്പെടെ പ്രസംഗിക്കും. അദ്ദേഹം ഇത്തരം നിലപാടുകൾ ഒരുപക്ഷെ പൊതുസമ്മേളന വേദിയിലും ഉയർത്താൻ തന്നെയാണ് സാധ്യത. ഇലക്ഷൻ എടുക്കുന്ന സാഹചര്യം കൂടി ആയതിനാൽ ഈ ഒരു ആവശ്യത്തോട് ഏത് രീതിയിലായിരിക്കും മുന്നണികൾ പ്രതികരിക്കുക, നിലപാടെടുക്കുക? ഈ ജാതി സർവേ എന്ന ആവശ്യത്തിൽ ഈ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ OBC വിഭാഗങ്ങളുടെ അടക്കം വോട്ട് പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായി ഉയർത്തി വന്നത്. നിതീഷ് കുമാർ ഉൾപ്പെടെ ബീഹാറിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ തന്നെ ഫലത്തിൽ ബീഹാറിലെ സാഹചര്യമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ അത് വലിയ ഗുണമൊന്നും ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ പിന്നീട് അതിനെക്കുറിച്ച് കാര്യമായൊന്നും പറഞ്ഞിരുന്നില്ല. എന്തായാലും സംസ്ഥാനത്ത് ഈ ഒരു വിഷയം KPMS ഉൾപ്പെടെ വിവിധ സംഘടനകൾ ഈ അടുത്തിടെ പോലും വീണ്ടും സംസ്ഥാന സർക്കാർ ഇതിന് തയ്യാറാകണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതിനെല്ലാം പിന്നാലെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടാൻ NSS-ഉം ആഗ്രഹിക്കുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കരുതലോടെയായിരിക്കും എന്തായാലും കോൺഗ്രസും ഒപ്പം തന്നെ പ്രതികരിക്കും. കോൺഗ്രസിനാണ് ഇതൊരു പരിധിവരെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കരുതൽ പ്രതികരണമായിരിക്കും ഇക്കാര്യത്തിൽ ഉണ്ടാകുക എന്ന് തന്നെ കാത്തിരുന്ന് കാണേണ്ടി വരും. അതെന്താണ് എന്നുള്ളത് വൈകാതെ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ധന്യ, ഇവിടെ ഈ സാമ്പത്തിക സംവരണം ആക്കിയതിന് ശേഷമുള്ള, അതായത് ഓരോ പാർട്ടികളും നിലപാടെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് മതവുമായി ജാതിയുമായി ബന്ധപ്പെട്ടുള്ള പാർട്ടികളെല്ലാം നിലപാടെടുക്കുമ്പോൾ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക്, അത് ഇലക്ഷൻ സമയത്ത് പല രീതിയിലും വോട്ടുകൾ എങ്ങോട്ട് എന്നുള്ള രീതിയിലൊക്കെയാണത് മാറിക്കൊണ്ടൊക്കെ ഇരുന്നത്. സർക്കാർ ഇവിടെ അത് നടപ്പാക്കുമ്പോൾ പോലും വലിയ വിമർശനം കേട്ടതുമാണ്. അങ്ങനെയെങ്കിൽ ഈ ആവശ്യത്തിൽ നിന്ന് മറ്റൊരു തീരുമാനത്തിലേക്ക്, ആലോചനയിലേക്ക് ഒക്കെ കടക്കാനുള്ള സാധ്യത വിഷയത്തിൽ എത്രത്തോളമാണ് NSS-നെ സംബന്ധിച്ച്? ധന്യ, തീർച്ചയായും NSS ഈ വിഷയവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഒരു സാധ്യതയുള്ളത്. പ്രത്യേകിച്ച് അത് ഇപ്പോൾ പെട്ടെന്നൊരു ഘട്ടത്തിൽ മാത്രം ഉയർന്നു വന്നതല്ല. ഈ ജാതി സെൻസസ് എന്ന ആവശ്യം മുന്നോട്ട് വന്നപ്പോഴാണ് അവർ വീണ്ടും ഈ വിഷയം സജീവമായി ഉന്നയിക്കാൻ തീരുമാനിച്ചത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഈ ജാതി സംവരണത്തിന്റെ പേരിൽ വിദ്യാഭ്യാസ രംഗത്തൊക്കെയുള്ള അർഹത, യോഗ്യതയിൽ വെള്ളം ചേർക്കുന്ന നടപടിയാണ് ഫലത്തിൽ ജാതി സെൻസസ് മൂലം ഉണ്ടാകുന്നത് എന്നതാണ് NSS ചൂണ്ടിക്കാണിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഏത് സമുദായത്തിൽപ്പെട്ടവരായാലും ഏത് ജാതിയിൽപ്പെട്ടവരായാലും ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവർക്കാണ് സംവരണം നൽകേണ്ടത് എന്ന നിലപാടുമായി NSS രംഗത്ത് വന്നത്. സംസ്ഥാനത്തടക്കം ഈ സാമ്പത്തിക സംവരണത്തിൽ അത് കൃത്യമായി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അടക്കം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട NSS ഹൈക്കോടതിയിലടക്കം കേസ് ഉൾപ്പെടെ നടത്തുന്ന സാഹചര്യമാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ
സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ NSS ഈ വിഷയം വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇതിൽ കോൺഗ്രസിന്റെ നിലപാട് ഒപ്പം തന്നെ LDFന്റെ നിലപാട് ഇതിൽ ഇനി അറിയേണ്ടതുണ്ട്. സ്വാഭാവികമായും അതിൽ അവർക്കൊരു ഈ ജാതിയെ തൊട്ട് ആ രാഷ്ട്രീയം കേരളത്തിലൊക്കെ കളിക്കുക എന്നുള്ളത് അത് ഒരു പരിധിവരെ ഈ കോൺഗ്രസിനോ അല്ലെങ്കിൽ LDFനോ ഒന്നും വലിയ രീതിയിൽ ഗുണം ചെയ്യുന്ന കാര്യമല്ല എന്ന് അവർ കരുതുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ എങ്ങനെ സമീപിക്കും എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ധന്യ. ശരി, നന്ദി ശ്രീജിത്ത്.